നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ഈ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ടവർ, സ്ട്രെങ്ത്, ദി മജീഷ്യൻ, ദി ലവേഴ്സ്, the high priestess, four of swords, knight of cups, നയൻ ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ അപ്രതീക്ഷിതമായി ഒരു തിരിച്ചടി ഉണ്ടായതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾക്കിപ്പോൾ ആശയവിനിമയം ഒന്നുമില്ലാത്തൊരവസ്ഥയൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തോ വലിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് അപ്രതീക്ഷിതമായ വലിയൊരു തിരിച്ചടി തന്നെ ഇവിടെ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതുതന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ കാരണമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം യാതൊരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. ഈ ഒരു വ്യക്തിയെ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾ കണ്ടതായിട്ടൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്താഗ്രഹിച്ചാലും നടക്കുന്ന, അതായത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും ഈ ഒരു സമയത്ത് നടക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചാലും അത് നടക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതം മാറിപ്പോകരുത് എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളും പ്രാർത്ഥിക്കുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് എനർജി നിങ്ങളിൽ വന്ന് ചേർന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യുക, വിശ്രമിക്കുക എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് അകന്ന് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി തെറ്റുകളൊക്കെ സ്വയം മനസ്സിലാക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു മെച്യൂരിറ്റിയൊക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് കൈവന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ചിന്തിക്കുന്നതായിട്ടും നിങ്ങളോട് വളരെയധികം സ്നേഹമൊക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്കുള്ളതായിട്ടുമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിലുമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടേതായ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്കൊരു ഉപദേശമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നിവിടെ പറയുന്നുണ്ട്. അതിനുശേഷം മാത്രം മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്